ഹലോ, അപ്പം നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ അടുത്ത പോർഷനിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പം ആദ്യം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് സെറ്റ് ചെയ്ത് അതിൻ്റെ പ്രീമിയറിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ കാണിക്കുകയായിരുന്നു. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇനി എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്കിനി വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആ പോർഷനിലോട്ട് പോകാം. എല്ലാവരും എൻ്റെ കൂടെ വരിക. നമുക്കിനി ഡെസ്ക്ടോപ്പിലോട്ട്. ഓക്കെ, അപ്പം നമ്മളിനി പ്രീമിയറിലോട്ട് കടക്കുകയാണ്. പ്രീമിയറിലെ വീഡിയോ എഡിറ്റിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, കാരണം ഇത് സ്കിപ്പ് ചെയ്ത് വിടരുത്. സ്കിപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് കുറച്ച് ലാഗ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ലക്ഷങ്ങൾ മുടക്കി നിങ്ങളൊരു ക്ലാസ്സിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാൽ മതി. അപ്പം ഓക്കെ, വാച്ച്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡോബ് പ്രീമിയർ പ്രോ CC-യുടെ 2015 ഇൻ്റർഫേസ് നമ്മൾ പഠിച്ചു. ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എഡിറ്റിങ്ങിലായിട്ടാണ്. ഈ സോഫ്റ്റ്വെയറിലോട്ട് നമ്മളെങ്ങനെ വീഡിയോ ആഡ് ചെയ്യുന്നു, അതെങ്ങനെ കട്ട് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾ ആ വീഡിയോ കാണുക. അങ്ങനെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുതിയതായിട്ടൊരു എഡിറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ആ വീഡിയോ കാണുക. കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക, ഇനി തുടർന്നുള്ള വീഡിയോയും കാണുക. അങ്ങനെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഇൻ്റർഫേസിൻ്റെ ഈ ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. നിങ്ങൾക്ക് ആ വീഡിയോ ഒന്നും കൂടി എടുത്ത് ചെക്ക് ചെയ്യാവുന്നത്. ഓക്കെ, നമുക്കിനി വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടൈം ലൈനിൽ ഒരു സീക്വൻസ് സെറ്റ് ചെയ്യാനുണ്ട്. സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസുകൾ ഇട്ടിട്ട് നമ്മൾ കറക്റ്റ് അതിൻ്റെ ഓരോ ഓർഡർ അനുസരിച്ച് സെറ്റ് ചെയ്ത് വിടാനുള്ള ഒരു ഏരിയയാണ് സീക്വൻസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ സീക്വൻസിന് വേണ്ടിയിട്ട് നമുക്ക് പോയിട്ട് ഫയലിൽ പോവുക. ഫയലിൽ പോയതിന് ശേഷം സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതാണ്. ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഈ വിൻഡോയിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. കണ്ടോ, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ഓരോ വീഡിയോ ഫോർമാറ്റുകളുടെ ഓപ്ഷൻസുകളാണ്. ഇപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻസുകളെ പറ്റി എല്ലാം പഠിക്കണമെന്നൊന്നുമില്ല. നമുക്ക് വേണ്ട ഓപ്ഷൻസുകൾ മാത്രം നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്ക് ഇപ്പം അത്യാവശ്യമായിട്ട് സാധാരണ നമുക്ക് ചെയ്യേണ്ട ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ HDV ഫോർമാറ്റിലാണ്. HDV ഫോർമാറ്റിൽ നമുക്ക് ഇവിടെ കുറച്ച് ഫോർമാറ്റുകൾ കാണാം. ഇവിടെ നമുക്ക് 720 പിക്സലുണ്ട്, 25p ഉണ്ട്, 24p ഉണ്ട്. ഈ ഫ്രെയിം റേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് എപ്പോഴും നമ്മളെടുക്കുന്ന 25 ഓക്കെ, മറ്റു ഓരോ കാര്യങ്ങളുണ്ട്. അതിന് ഓരോ ഫ്രെയിം റേറ്റിനനുസരിച്ച് ഓരോ വീഡിയോയുടെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കാകെ കൺഫ്യൂഷനായി പോകും. അതുകൊണ്ട് നമ്മളിപ്പം HDV 220p 25 എന്ന ഫോർമാറ്റ് നമ്മളെടുക്കുന്നു. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ പേര് കൊടുക്കാം. ഇനി നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഫയലിൽ പോയിട്ട് നേരിട്ട് എടുത്ത ഒരു സീക്വൻസാണ്. ഇതിന് പകരം നമുക്ക് ഷോർട്ട് കട്ടായിട്ട് സീക്വൻസ് എടുക്കാം. Ctrl+N അടിച്ച് കഴിയുമ്പോൾ നമുക്കിതാ ഇതുപോലെ ഒരു സീക്വൻസ് തന്നെ ഓപ്പൺ ആയിട്ട് വരുന്നു. നിങ്ങൾ ഈ ഷോർട്ട് കട്ടുകൾ ഏറ്റവും കൂടുതൽ കാണാതെ പഠിക്കുക. കാരണം നമ്മുടെ എഡിറ്റിങ്ങിൽ വളരെയധികം വേണ്ടതാണ് ഷോർട്ട് കട്ടുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. കാരണം നമുക്ക് സ്പീഡ് കൂടി കിട്ടാനുള്ളൊരു മാർഗ്ഗമാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഷോർട്ട് കട്ടുകൾ നമ്മൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഓർമ്മ വരുന്നില്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുന്ന സമയത്ത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ എഡിറ്റിങ് ചെയ്യുന്ന സമയത്ത് അത് യൂസ് ചെയ്യുക. 2-3 തവണ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളത് കാണാതെ പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതുപോലെ ഷോർട്ട് കട്ട് ചെയ്തു. നമ്മൾ സീക്വൻസ് എടുത്തതിന് ശേഷം നമുക്കിവിടെ സീക്വൻസിന് ഒരു പേര് കൊടുക്കാം. നമുക്ക് എത്ര സീക്വൻസ് വേണമെങ്കിലും ആക്കാം. അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസിന് നമ്മളൊരു പേര് കൊടുക്കുന്നു. ഞാൻ ഡെമോ എന്ന് പേര് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്തു. കണ്ടോ, എൻ്റർ ചെയ്തപ്പോൾ ടൈം ലൈനിൽ നമുക്ക് വീഡിയോ ഇടാനുള്ള ഓപ്ഷൻ വന്നു. കണ്ടോ, അപ്പോൾ ഇതുപോലെ നമ്മുടെ സീക്വൻസ് ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ,
ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ടൈം ലൈൻ. ഇനി ഇവിടെയാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ V1 V2 V3 എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഇവിടെയാണ് നമ്മൾ വീഡിയോസുകൾ പ്ലേസ് ചെയ്യുന്നത്. വീഡിയോ പാനലിൽ വീഡിയോസുകൾ പ്ലേസ് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ ഓഡിയോ വരുന്ന പ്ലേസാണ് ഈ താഴെ കാണിക്കുന്നത്, A1 A2 A3 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടത്തേക്ക് വീഡിയോ കൊണ്ടുവരികയാണ്. വീഡിയോ കൊണ്ടുവരുന്നതിന് അപ്പോൾ നമ്മളിവിടെ ഒരു സീക്വൻസ് സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇവിടെ പ്രോഗ്രാം മോണിറ്റർ ഓപ്പണായി. ഈ ബ്ലൂ കളറിലുള്ള ഇതിനെ നമ്മൾ കൾസർ എന്ന് വിളിക്കുന്നു. ഇതാണ് നമ്മുടെ കൾസർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മോണിറ്റർ ഓണായി കഴിഞ്ഞു. ഓണാക്കിയതിന് ശേഷം നമ്മൾ ഇവിടത്തേക്ക് വീഡിയോ കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ കൊണ്ടുവരുമ്പോഴത്തേക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ വീഡിയോസുകളെല്ലാം ഒരു ഫോൾഡറാക്കി ഇവിടെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഇവിടെ നമുക്കിപ്പോൾ നേരിട്ട് വീഡിയോ കൊണ്ടുവരാം. ഇവിടെ നമുക്ക് നേരിട്ട് വീഡിയോ ഇവിടെ കൊണ്ടുവരാം. ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം, നമ്മളൊരു വീഡിയോ ഒക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഒരു 10-30 വീഡിയോസ്, പല രീതിയിലുള്ള വീഡിയോസുകൾ ഇവിടെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും. ഏത് വീഡിയോ ആണ് കണ്ടുപിടിക്കാൻ ഭയങ്കര പണിയാണ്. രണ്ട് പ്രോജക്റ്റിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഒരുമിച്ച് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പണിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതിൻ്റെ ഒരു പ്രോപ്പർ വേയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ഫോൾഡറുകൾ സെറ്റ് ചെയ്യാം. ഈ ഫോൾഡറുകൾ നമുക്ക് ഈ പ്രൊജക്റ്റ് ഫയലിൽ ഫോൾഡറുകൾ സെറ്റ് ചെയ്യുന്നത് ബിന്ന് എന്നാണ് പറയുന്നത്. ഫോൾഡറിൻ്റെ പേര് അല്ല, ഫോൾഡർ എന്നല്ല പറയുക, ബിന്ന് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ നമ്മളൊരു ബിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂ ബിൻ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് ഈ ഒരു ഫോൾഡറിൻ്റെ ഫയൽ. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് പേരടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ അടിച്ചു കൊടുക്കുന്നത് വീഡിയോ എന്ന് പറഞ്ഞ് പേരടിച്ചു കൊടുക്കുന്നു, വീഡിയോസ്. അപ്പം വീഡിയോസ് ഇപ്പോൾ 2 ക്യാമറയുടെ വീഡിയോസ് ആണുള്ളതെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു ക്യാമറ വീഡിയോ 1 വീഡിയോ 2 2 ക്യാമറയെ നമുക്ക് മാറ്റിയിടാം. അതല്ലെങ്കിൽ ഒരുമിച്ചിടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ക്യാമറയിലെടുക്കുന്ന ഒരേ ഫുട്ടേജിന് ഒരേ നമ്പർ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നമ്പറിലുള്ള ഫുട്ടേജ് മാത്രമേ ഇതിലോട്ട് ഇമ്പോർട്ട് ആവുകയുള്ളൂ. അതല്ല എങ്കിൽ ഇമ്പോർട്ട് ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് വീഡിയോസുകൾ തരംതിരിച്ച് നമുക്ക് എടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഫോൾഡർ ചെയ്യാൻ നിൽക്കുന്നത്. ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫോൾഡർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇനി പറയാൻ പോകുന്നത് മറ്റൊരു മെത്തേഡാണ്. ഈ മെത്തേഡ് നമുക്ക് ഏറ്റവും വലിയ യൂസ്ഫുള്ളാണ്. നമുക്കിപ്പോൾ ഇവിടെ വീഡിയോ ഇങ്ങനെ ബിന്നൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. നമ്മൾ നേരിട്ട് പോവുക. ഇവിടെ ഫോൾഡർ നമ്മൾ നേരത്തെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുക. ഞാനിവിടെ നേരത്തെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫോൾഡർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫോൾഡർ നേരിട്ട് ഇങ്ങോട്ട് വലിച്ച് ഇവിടെ ഇട്ട് കഴിയുമ്പോൾ കണ്ടോ, ഒരു ബിന്നായിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അത് ക്രിയേറ്റ് ആവും. ഇതാണ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ പോയിട്ട് ബിന്ന് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ ബിന്ന് നമ്മൾ ഓപ്പൺ ആക്കണം. ഈ ബിന്ന് ഓപ്പൺ ആക്കി നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കിയാൽ മതി. കണ്ടോ, ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോസാണ് നമുക്ക് വരുന്നത്. ഇങ്ങനെ ഓപ്പൺ ആക്കിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ എടുത്തു, ഈ വീഡിയോ എടുത്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ക്ലോസ് ചെയ്യണം ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിവിടെ ചെയ്യേണ്ടത് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യണം. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആ ഫോൾഡർ ഓപ്പൺ ആയി വരും. ഭാവി അതിലെ വീഡിയോസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഈ വീഡിയോ ആണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത്. ഈ വീഡിയോ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ, നമുക്ക് അത് ഇവിടുത്തെ മോണിറ്ററിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. കണ്ടോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നത് സോഴ്സ് മോണിറ്ററാണ്. ഇതാണ് നമ്മുടെ സോഴ്സ് മോണിറ്റർ. ഇനി നമുക്ക് ഇതാണ് വീഡിയോ. ഈ വീഡിയോയിൽ നമുക്ക് എവിടം തൊട്ട് എവിടം വരെ വേണം, അതായത് ഞാനിപ്പോൾ എടുക്കുന്നത് ഇവിടം തൊട്ട് എനിക്ക് ഇവിടം വരെ ഈ വീഡിയോ കട്ട് ചെയ്ത് വേണം. അങ്ങനെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാൻ പറ്റും.
അതിന് നമ്മൾ ആദ്യം ഇവിടെ ഇത് നമ്മളൊരു മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എവിടെയാണ് വേണ്ടത് മാർക്ക് ഔട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് നേരിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടൈം ലൈനിൽ വന്നു കിടക്കും. ഇത് ഓഡിയോ, ഇത് വീഡിയോ. ഇനി അതല്ല എങ്കിൽ നമുക്ക് ഈ മാർക്കൊന്നുമില്ല, നമ്മളിങ്ങനെയാണ് ഇട്ടേക്കുന്നത്. നമുക്ക് നേരിട്ട് ഇതിങ്ങോട്ട് വലിച്ചെടുക്കാം. വലിച്ചിട്ടതിന് ശേഷം നമുക്ക് എവിടം വരെ വേണം എന്നുള്ളത് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളൊരു വീഡിയോ നമ്മുടെ ടൈം ലൈനിലോട്ട് എടുത്തിട്ടപ്പോൾ ഇതാ നമ്മുടെ പ്രോഗ്രാം മോണിറ്ററിൽ ആ വീഡിയോ കണ്ടു. അതായത് ഈ ടൈം ലൈനിലുള്ള വീഡിയോസുകൾ ഇവിടെയാണ് നമ്മൾ കാണുന്നത്. ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. പ്ലേ ചെയ്യണമെങ്കിൽ ഇവിടെ സ്പേസ് അടിച്ചാൽ മതി. അതല്ല എങ്കിൽ ഇവിടെ നമുക്ക് ഈ ആരോ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും പ്ലേ ആവുന്നതായിരിക്കും. ആണെങ്കിൽ നമ്മുടെ ടൈം ലൈനിൽ ചെറുതാക്കണമെങ്കിൽ നമ്മുടെ കീപാഡിൽ മൈനസ് ബട്ടൺ പ്രസ് ചെയ്യുക. അത് വലുതാക്കണമെങ്കിൽ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര ആണെങ്കിൽ നമുക്ക് വലുതാക്കാം. അതായത് നമുക്ക് സൂക്ഷ്മമായിട്ട് കട്ട് ചെയ്യണമെങ്കിലൊക്കെ ഇവിടെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ചെറിയ വീഡിയോ പോലും, ലെങ്ത്തുള്ള വീഡിയോ പോലും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി എനിക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ മതി. അപ്പം ഞാൻ എന്ത് ചെയ്യാം, നമ്മൾ ഇതിൻ്റെ കട്ട് ചെയ്യാനുള്ള ടൂൾ എടുക്കാൻ പോവുകയാണ്. ടൂൾ ഞാൻ കാണിച്ചെന്ന് ബ്ലേഡ്, അതായത് റസർ ടൂൾ എന്ന് പറയും. അതായത് ബ്ലേഡ് ടൂളാണിത്. ആ ടൂളാണ് നമ്മളെടുക്കുന്നത്. ഈ ടൂൾ നമ്മളെടുത്ത് കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ, ഇതാണ് ഈ ടൂള് നമുക്ക് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ കൾച്ചർ ഇവിടെ നിന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് സെലക്ഷൻ ടൂൾ എടുക്കുക. സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ഇങ്ങനെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ആക്കാം. ഇവിടെ സെലക്ട് ചെയ്യുക, അത് ഡിലീറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സെലക്ഷൻ ടൂള്. ഇതാണ് നമുക്ക് വേണ്ട റെഫർ ടൂൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ടൂളിനെ കുറിച്ച് പറയാതിരുന്നത്, ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. അപ്പം നമുക്ക് കട്ട് ചെയ്യാനുള്ള ടൂള്, നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ അല്ലെങ്കിൽ ഇതൊക്കെ സെലക്ട് ചെയ്യാനൊക്കെയുള്ള ടൂളാണ് ഈ ടൂള് എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ ടൂള് നിങ്ങൾ അതിൻ്റെ പേര് പഠിച്ചു വെക്കണമെന്നൊന്നുമില്ല, അതിൻ്റെ ഒരു മോഡലെങ്കിലും നമ്മൾ ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഷോർട്ട് കട്ടുകളുണ്ട്. കട്ട് ടൂളിന് നമ്മൾ സി അടിച്ചു കഴിഞ്ഞാൽ കട്ട് ടൂള് നമുക്ക് കിട്ടും, കണ്ടോ. അതുപോലെ തന്നെ മൂവ് ടൂളിന് നമുക്ക് വി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂവ് ടൂള് കിട്ടുന്നതാണ്. ഇപ്പം നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ കൊണ്ടുവന്നു. നിങ്ങൾക്ക് ചില വീഡിയോസുകൾ ഈ ഓഡിയോ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇതിപ്പം കണ്ടോ, ഇത് ഓഡിയോ ഉണ്ട്, കണ്ടോ ഓഡിയോ വരുന്നത്. അപ്പം നമുക്ക് ആ ഓഡിയോ ആവശ്യമില്ല, ഈ വീഡിയോ മാത്രം മതി. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ഓഡിയോ ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ നിന്നും വീഡിയോ മാത്രമാണ് ഈ ടൈം ലൈനിലോട്ട് എത്തിക്കണമെങ്കിൽ ഈ ഫിലിമിൻ്റെ ഐക്കൺ കണ്ടോ, ഡ്രാഗ് വീഡിയോ ഉള്ളി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോ എടുത്തിട്ടാൽ കണ്ടോ നമുക്ക് ഓഡിയോ ഇല്ലാതെ വീഡിയോ മാത്രമായിട്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ വീഡിയോ വേണ്ട, പക്ഷേ അതിൻ്റെ ഓഡിയോ വേണം. അങ്ങനെയാണെങ്കിൽ ഇതാ ഡ്രാഗ് ഓഡിയോ ഉള്ളി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ഇതാ ഓഡിയോ ലൈനിൽ കൊണ്ടുവരണം, അന്നെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. വീഡിയോ ലൈനിൽ കൊണ്ടിട്ടാൽ കിട്ടത്തില്ല, കണ്ടോ വീഡിയോ മാത്രമായിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്കിപ്പം ഇതുപോലെ നമ്മൾ ഓഡിയോയും വീഡിയോയും നമ്മൾ എടുത്തിട്ടു, അതിന് ശേഷമാണ് നമുക്ക് എനിക്ക് ഓഡിയോ വേണ്ടായിരുന്നു, അല്ലെ ഓഡിയോ മ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെ ഓഡിയോ എടുത്ത് കളയണം എന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും അറ്റാച്ച്ഡ് മാറിക്കഴിഞ്ഞു. ഇനി നമുക്കിത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡിലീറ്റ് ആക്കാം. അതല്ലാതെ നമുക്കൊരിക്കലും ഡിലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടോ, സെലക്ട് ചെയ്യുമ്പോൾ ഒരുമിച്ച് സെലക്ട് ആയിട്ട് വരും. ഇനി ഞാൻ ഈ രണ്ട് സാധനങ്ങൾ അറിയാതെ ഡിലീറ്റ് ആക്കി, അയ്യോ എന്നെ ഡിലീറ്റ് ആയി, ഇനി എന്ത് ചെയ്യും, നമുക്കൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് കൺട്രോൾ പ്ലസ് ഇസഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോയ സാധനങ്ങൾ നമുക്ക് തിരിച്ചു വരാം. ഇനി അടുത്തൊരു വീഡിയോ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. ഈ വീഡിയോയിൽ എനിക്ക് ഇപ്പോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നടന്നു പോകുന്ന ഇത്രയും പൊസിഷനാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ആ പൊസിഷന് ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ഇവിടെ വെച്ച് മാർക്ക് ചെയ്യണമെന്നൊന്നുമില്ല, നമുക്കിവിടെ ഐ അടിക്കാം. ഐ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മാർക്കായി. ഇനി നമുക്ക് വേണ്ടത് ഇവിടുന്ന് ഇവിടം വരെ
അപ്പോൾ നമുക്കത് ഓ അടിച്ച് കഴിഞ്ഞാൽ ഔട്ട് മാർക്ക്. ഇനി നമുക്ക് നേരിട്ട് വലിച്ച് ഇവിടെ ഇങ്ങനെ കൊണ്ടിടാം. ഇനി നമുക്കിത് ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങോട്ടും ഇങ്ങനെ കയറിപ്പോവോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പിൾ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സെറ്റായി കണ്ടു. ഇങ്ങനെയാണ് നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത ഒരാഴ്ചത്തേക്ക് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിടുകയാണ്. കാരണം നിങ്ങളിതുപോലെ പ്രീമിയർ ഉള്ളവർ അല്ല ലാപ്ടോപ്പൊക്കെ ഉള്ളവർ പ്രീമിയറൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കി ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉള്ളത് കമൻ്റായിട്ട് ഇടുക. പിന്നെ അതുപോലെ തന്നെ പ്രീമിയർ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ വെച്ചിട്ട് ഞങ്ങളെ മെയിൽ അയയ്ക്കുക. അതല്ലെങ്കിൽ കമൻ്റ് ഇടുക. ഇനി നിങ്ങൾക്ക് ഒരാഴ്ച ഈ എഡിറ്റിങ്ങിൻ്റെ ഇതുപോലെ വീഡിയോ കട്ട് ചെയ്ത് പഠിക്കാനുള്ള ഒരു ടൈം ഞാൻ തരികയാണ്. ഓരോ ആഴ്ചയിലാണ് ഞാൻ വീഡിയോസിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അതുവരെ നിങ്ങൾക്ക് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ന് ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി തുടർന്നുള്ള വീഡിയോ കാണുന്നതിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. പിന്നെ ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. ഇതുപോലെ എഡിറ്റിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഒരുപാട് ആൾക്കാർ ഒരുപാട് പൈസ കൊടുത്ത് പഠിക്കുന്ന ഒരു കോഴ്സാണ്. അത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഠിക്കട്ടെ. അതുപോലെ തന്നെ മറ്റ് സോഫ്റ്റ്വെയറുകളെ കുറിച്ചും ഞാൻ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പ്രീമിയർ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.